Welcome to another video of Computer Science Hub. Our subject problem solving using C. This is the part 3 video of our topic control statements in C. And today we are going to discuss about looping statements. In our previous videos, we have discussed about the control statements and we have covered if statement and all the varieties of if statement, then switch statement. So in looping statements, we know there are three types of looping statements. They are while, do while, and for. So in this video, we are discussing all these three types of looping statements. Let's start with iteration statements or looping statements, and they allow a set of instructions to be repeatedly executed until a certain condition is reached. So, looping means repeatedly executing certain conditions. I mean, repeatedly executing some statements, and this the frequency of looping is depending upon a certain condition. So here we are repeatedly executing certain conditions until certain statements until a particular condition is reached. So for example, നമ്മൾ പറയാൻ കഴിഞ്ഞാൽ suppose print I until I less than 5. സോ ഐ ഇനീഷ്യലി നമ്മൾ ഒരു ഐക്ക് ഒരു വാല്യൂ കൊടുക്കുന്നു, ഐ ഈക്വൽ ടു 0 കൊടുക്കുന്നു. എന്നിട്ട് പറയാണ് പ്രിന്റ് ഐ അൺടിൽ ഐ ലെസ് ദാൻ 5. അപ്പം ഐ 5-നേക്കാളും കുറവാവുന്നവരെ വി ഹാവ് ടു പ്രിന്റ് ഐ. അപ്പം എങ്ങനെ വരും? 0 1 2 3 4. അതൊരു ലൂപ്പാണ്. 4 ടൈംസ് 5 ടൈംസ് നമ്മൾ ഐനെ പ്രിന്റ് ചെയ്യിക്കുകയാണ്. അപ്പം ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഐ ലെസ് ദാൻ 5 ആയിരുന്നു. അപ്പം ഐ ലെസ് ദാൻ 5 എന്നുള്ള കണ്ടീഷൻ എത്തുന്നവരെ വി നീഡ് ടു പ്രിന്റ് ഐ റിപ്പീറ്റഡ്ലി. ഇപ്പം ഈ ഒരു എവറി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്, ആ 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലും ദേ ഹാവ് 4 കമ്പോണൻസ്. ദേ ആർ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ ആൻഡ് ലൂപ്പ് ബോഡി. ഏത് എടുത്തു കഴിഞ്ഞാലും അതിപ്പോൾ വൈൽ ആയാലും ഡു വൈൽ ആയാലും ഫോർ ആയാലും ഈ ഒരു 4 കമ്പോണൻസ് ഉണ്ടായിരിക്കും. ആൻഡ് അതിൻ്റെ അറേഞ്ച്മെന്റ് മാത്രം ഡിഫറെൻ്റ് ആയിരിക്കും. ഫോറിലെല്ലാം ഒരുമിച്ചാണ്. വൈലിൽ ഇനീഷ്യലൈസേഷൻ ആദ്യം വരും, ദെൻ കണ്ടീഷൻ വരും, ദെൻ എക്സ്പ്രഷൻ വരും. ഡു വൈലിലാവുമ്പോൾ ഇനീഷ്യലൈസേഷൻ ആദ്യം വരും, ലൂപ്പ് ബോഡി പിന്നെ വരും, ദെൻ എക്സ്പ്രഷൻ വരും. അങ്ങനെ അങ്ങനെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. അപ്പം 4 കമ്പോണൻസ് എന്ന് പറയുന്നത് ആദ്യം ഇനീഷ്യലൈസേഷൻ, ദെൻ ടെസ്റ്റ് എക്സ്പ്രഷൻ, ദെൻ അപ്ഡേഷൻ, ലൂപ്പ് ബോഡി. So here, loop body is the set of statements for repeated execution. ഇപ്പോൾ ലൂപ്പ് ബോഡിയാണ് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണോ നമുക്ക് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. നേരത്തെ ഞാനിപ്പോൾ ഒരു പ്രിന്റ് ഐ എന്നുള്ള കേസ് പറഞ്ഞല്ലോ, ഐ ആണ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഇസ് എ ലൂപ്പ് ബോഡി. എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സിനെയാണ് ലൂപ്പ് ബോഡി എന്ന് പറയുന്നത്. ദെൻ ദിസ് എക്സിക്യൂഷൻ ഇസ് കണ്ടിന്യൂഡ് ആസ് ലോങ് ആസ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇസ് ട്രൂ. ഇപ്പം നമുക്ക് ഒരു കണ്ടീഷൻ നേരത്തെ പറഞ്ഞത് ഒരു ഐ 5-നേക്കാളും ലെസ്, ഐ ലെസ് ദാൻ 5 വരെ. സോ ദാറ്റ് ഇസ് ദ കണ്ടീഷൻ. അതാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഹൗ മെനി ടൈംസ് ദ ലൂപ്പ് നീഡ്സ് ടു ബി റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ടഡ് എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ കണ്ടീഷനാണ്. സോ ആ ഒരു കണ്ടീഷനാണ് എക്സിക്യൂഷൻ ഇസ് കണ്ടിന്യൂഡ് ആസ് ലോങ് ആസ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇസ് ട്രൂ. കണ്ടീഷൻ ട്രൂ ആവുന്ന വരെ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. അപ്പോൾ കണ്ടീഷനാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. നെക്സ്റ്റ് അപ്പം നമുക്ക് ആ കണ്ടീഷനിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ അകത്തൊരു വാരിയബിൾ ഉണ്ടായിരിക്കും. ഇപ്പം നേരത്തെ ഐ ലെസ് ദാൻ 5 എന്ന് പറഞ്ഞു, ഐ ലെസ് ദാൻ 5 വരെയാണ്. അപ്പോൾ ആ വാരിയബിളിൻ്റെ പേരാണ് ലൂപ്പ് കൺട്രോൾ വാരിയബിൾ. ഓക്കെ, ദ വാരിയബിൾ യൂസ്ഡ് ഇൻ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇസ് കോൾഡ് ലൂപ്പ് കൺട്രോൾ വാരിയബിൾ. ദിസ് ഇസ് ദ ടേം ലൂപ്പ് കൺട്രോൾ വാരിയബിൾ. ആൻഡ് ഈ ലൂപ്പ് കൺട്രോൾ വാരിയബിളിന് ഇനീഷ്യലി വാല്യൂ കിട്ടുന്നത് ത്രൂ ദ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ ആണ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഐ ലെസ് ദാൻ 5 വരെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന്, ആൻഡ് ഇനീഷ്യലി ഐ ഈക്വൽ ടു ഒരു 0 ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. സോ ആ ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്ഡേറ്റ് എക്സ്പ്രഷൻ ചേഞ്ചസ് ദ വാല്യൂ ഓഫ് ദ ലൂപ്പ് കൺട്രോൾ വാരിയബിൾ. ലാസ്റ്റ് അപ്ഡേറ്റ്. അപ്ഡേറ്റിൽ എന്തെന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ ചേഞ്ച് ആക്കാം, ഇൻക്രിമെൻറ്റ് ചെയ്യുകയോ ഡിക്രിമെൻറ്റ് ചെയ്യുകയോ എങ്ങനെ ആയിക്കോട്ടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നവനെയാണ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നോർമലി നമ്മൾ അപ്ഡേറ്റ് എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത് ആഫ്റ്റർ ഈച്ച് എക്സിക്യൂഷൻ ഓഫ് ദ ലൂപ്പ് ബോഡി. ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ്, ഓരോ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു ലൂപ്പ്. അപ്പോൾ ലൂപ്പിൻ്റെ ജനറൽ സ്ട്രക്ചറാണ് പറഞ്ഞത്. നമുക്ക് ഒരു ലൂപ്പ് ബോഡി വേണം. ലൂപ്പ് ബോഡി കണ്ടെയ്ൻസ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് നീഡ്സ് ടു ബി എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി ആൻഡ് വി നീഡ് എ കണ്ടീഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ. ആ ടെക്സ്റ്റ് എക്സ്പ്രഷൻ്റെ ബേസ്ഡ് ഓൺ ദറ്റ് വാല്യൂ ഓഫ് ദ ടെക്സ്റ്റ് എക്സ്പ്രഷൻ വി ഡിറ്റർമിൻ വെദർ വി എൻ്റർ ദ ലൂപ്പ് ഓർ നോട്ട്, അല്ലെങ്കിൽ ഹൗ മെനി ടൈംസ് ദ ലൂപ്പ് നീഡ്സ് ടു ബി എക്സിക്യൂട്ടഡ് എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്. ദെൻ ഒരു ടെസ്റ്റ് എക്സ്പ്രഷനിൽ ഒരു വാരിയബിൾ വി ആർ യൂസിങ് ദറ്റ് ഇസ് നോൺ ആസ് ലൂപ്പ് കൺട്രോൾ വാരിയബിൾ ആൻഡ് ദാറ്റ് വാരിയബിൾ ഗെറ്റ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ ഫ്രം ദ ഇനീഷ്യലൈസേഷൻ പ്രോസസ്.
നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്ഡേഷൻ ആണ്. അപ്പോൾ എവറി ടൈം ദ ലൂപ്പ് ഗെറ്റ് എക്സിക്യൂട്ടഡ് ദ ലൂപ്പ് കൺട്രോൾ വാരിയബിൾ ഗെറ്റ്സ് അപ്ഡേറ്റഡ് ടു എ ന്യൂ വാല്യൂ. സോ ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് അപ്ഡേഷൻ. So these are the four basic components of a loop. ഇനി നമ്മൾ 3 ലൂപ്പാണ് പഠിക്കുന്നത്, വൈലും ഡു വൈലും ഫോറും. ദീസ് ലൂപ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു കാറ്റഗറീസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദേ ആർ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. In entry control loop, test expression is evaluated before the execution of the loop body. Okay. Test expression evaluate ചെയ്യുന്നത് loop bodyക്ക് മുന്നാണ്. എന്ന് വെച്ചാൽ ആദ്യം ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുക. ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ലൂപ്പ് എന്ന് പറയുന്നത് കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയൊക്കെ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. സോ ആ ലൂപ്പിനകത്തോട്ട് കയറണമെങ്കിൽ ഫസ്റ്റ് ഒരു ചെക്കിംഗ് ഉണ്ട്. ആ ചെക്കിംഗ് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ലൂപ്പിലോട്ട് കയറുള്ളൂ. സോ അങ്ങനത്തെ എൻട്രി കൺട്രോൾ ചെയ്യാണ് ഈ ലൂപ്പ്. ടെസ്റ്റ് എക്സ്പ്രഷൻ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. ഇഫ് ഇറ്റ് ഇസ് ട്രൂ ദെൻ വി ക്യാൻ എൻ്റർ ഇൻ ടു ദ ലൂപ്പ്. So this program control enters the loop body only if the condition is true. While and for are examples of entry control loop. While ഉം for ഉം ആണ് examples. ഇനി എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആണ് കഴിഞ്ഞാലോ, അതായത് നമുക്ക് ഒരു പ്രാവശ്യം കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യാം. ഒരു പ്രാവശ്യം ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് അത് ചെക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഫോൾസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ആവും. അതല്ല ട്രൂ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പം ഇങ്ങനത്തെ ടൈപ്പിനെയാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് കണ്ടീഷൻ ഇസ് ചെക്ക്ഡ് ഓൺലി ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ ലൂപ്പ് ബോഡി. സോ ഇറ്റ് ഈസ് സർട്ടൈൻ ദാറ്റ് ലൂപ്പ് ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ദ കേസ് ഓഫ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ വീണ്ടും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇന്ന് ഫോൾസ് ആണെച്ചാൽ പുറത്തു പോകും. അപ്പോൾ എന്തായാലും നമുക്ക് ഷുവർ ആണ് അറ്റ്ലീസ്റ്റ് വൺസ് നമുക്ക് ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ആയി കിട്ടും എക്സിറ്റ് കൺട്രോളിൽ. എൻട്രി കൺട്രോൾ അങ്ങനെയല്ല, കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. സോ നോക്കേണ്ട കാര്യം, അവർ വൈൽ ആൻഡ് ഫോർ ലൂപ്സ് ആർ എൻട്രി കൺട്രോൾ ലൂപ്സ് ആൻഡ് ഡു വൈൽ ലൂപ്പ് ഇസ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അപ്പം ഇത്രയാണ് ബേസിക്സ്. ഇനി നോക്കാൻ വൈൽ സ്റ്റേറ്റ്മെന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ് വൈൽ ലൂപ്പ്. So while statement is a simple way to repeatedly execute one or more statements as long as some condition is true. അത് ഡെഫിനേഷൻ ആണ്. സിൻടാക്സ് നോക്കാം. while expression statement, if പോലൊക്കെ തന്നെ അല്ലേ, if expression statement നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ while expression statement. So at first ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും, ലൈക്ക് എ ലെസ് ദാൻ 5, എ ഗ്രേറ്റർ ദാൻ ബി, അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ആയിരിക്കും. ആ സമയത്ത് ഫസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് ഫോൾസ്, എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ പിന്നെ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യേണ്ട. ഇറ്റ് ഇസ് നോട്ട് ദി പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് എക്സിക്യൂട്ടഡ് ആൻഡ് കൺട്രോൾ പാസസ് ടു ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ. വൈൽ കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാമിലേക്ക് പോകും. ഇഫ് നമ്മൾ അങ്ങനെ തന്നെയല്ലേ പഠിച്ചത്, അതുപോലെ തന്നെയാണ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ പുറത്തു പോകും. ഇഫ് ദ എക്സ്പ്രഷൻ ഇസ് ട്രൂ ദെൻ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് എക്സിക്യൂട്ടഡ്. ഈ സ്റ്റേറ്റ്മെന്റ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് അഗെയിൻ ചെക്ക് ദിസ് എക്സ്പ്രഷൻ. ഇത് വീണ്ടും ട്രൂ തന്നെയാണോ നോക്കണം. അത് വീണ്ടും ട്രൂ ആണെങ്കിൽ അഗെയിൻ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് എക്സിക്യൂട്ടഡ്. അപ്പൊ ഇങ്ങനെയാണ് കൺസെപ്റ്റ്. ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ഇൻക്ലൂഡ് സം ഫീച്ചേഴ്സ് ദാറ്റ് ഇവൻച്വലി ഓൾട്ടേഴ്സ് ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ, thus providing stopping condition for the loop. കൺസെപ്റ്റ് വളരെ എളുപ്പമാണ്. സെന്റൻസ് കുറച്ച് വലുതാണേ ഉള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ലൈക്ക് ഇപ്പോൾ സപ്പോസ് ഒരു ഐൻ്റെ വാല്യൂ എടുത്തു. ഐ ഈക്വൽ ടു 0 സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഐ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ദെൻ നമ്മളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഐ ലെസ് ദാൻ 5. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പ്രിന്റ് ഐ, അത് മതി. നമ്മൾക്ക് ഐ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ഐ. ഓക്കെ, ഇതാണ് വൈൽ ലൂപ്പ് കേട്ടോ. അപ്പോൾ വൈൽ ലൂപ്പിന് ഇനീഷ്യലി ഞാൻ ഇനീഷ്യലൈസേഷൻ ഐ ഈക്വൽ ടു 0 കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഐ ലെസ് ദാൻ 5 ആണ്. ലൂപ്പ് ബോഡി എന്ന് പറയുന്നത് പ്രിന്റ് ഐ ആണ്. ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാ ഇനീഷ്യലി ദ എക്സ്പ്രഷൻ ഇസ് ഇവാലുവേറ്റഡ്. എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഐ ലെസ് ദാൻ 5 ആണോ? യെസ്, ബിക്കോസ് ഐന്റെ വാല്യൂ 0 ആണ്. 0 ലെസ് ദാൻ 5 ആണ്. സോ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് പ്രിന്റ് ഐ. അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുക. അതിന്റെ വാല്യൂ എന്താ? 0 പ്രിന്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം? അഗെയിൻ ദിസ് എക്സ്പ്രഷൻ ഇസ് ഇവാലുവേറ്റഡ് അല്ലെ. എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഐ വീണ്ടും അവിടെ തന്നെ നിൽക്കുക. 0 തന്നെയാണ്. 0 ലെസ് ദാൻ 5 ആണ്. വിച്ച് മീൻസ് നമുക്കൊരു അഡ്വാൻസിങ് ഒരു പ്രോഗ്രസ്സും ഉണ്ടാവില്ല അല്ലെ. സോ വി നീഡ് ആൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്.
ഈ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ഇൻക്ലൂഡ്, അതാണ് ഈ ലൈൻ, സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ഇൻക്ലൂഡ് സം ഫീച്ചേഴ്സ് ദാറ്റ് ഇവൻച്വലി ഓൾട്ടേഴ്സ് ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ, ദസ് പ്രൊവൈഡിങ് സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ഫോർ ദ ലൂപ്പ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ഇൻക്ലൂഡ് ആൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ലൂപ്പ് എൻഡ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ഐ ഈക്വൽ ടു പ്രിന്റ് അതിന്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ കൊടുക്കുകയാണ്, ഐ ഈക്വൽ ടു i+1. ഇനി നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം പ്രിന്റ് ഐയിൽ 0 പ്രിന്റ് ചെയ്തു. ഇനി ഐന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തത് i1 ആയി. അപ്പൊ അഗെയിൻ നമ്മൾ ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവാ, 1<5. ശരിയാണ്, നമുക്ക് അഗെയിൻ പ്രിന്റ് ചെയ്യാം. 1 പ്രിന്റ് ചെയ്തു, ദെൻ ഐ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്തു, 2 ആയി. 2<5 ശരിയാണ്, അപ്പോ 2 പ്രിന്റ് ചെയ്യാം. 3 ആയി, 3<5, 3 പ്രിന്റ് ചെയ്യാം. 4 ആയി, 4<5. ദെൻ 4+1 5 ആയി, 5<5 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫോൾസ് അല്ലെ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യില്ല, നമ്മൾ എക്സിറ്റ് ആവും. ഇങ്ങനെയാണ് ഫോർ ലൂപ്പിൻ വൈൽ ലൂപ്പിന്റെ വർക്കിംഗ് വരുന്നത്. വെൻ വി വോണ്ട് ടു ഡു സംതിങ് എ ഫിക്സഡ് നമ്പർ ഓഫ് ടൈം ബട്ട് നോട്ട് നോൺ അബൌട്ട് ദ നമ്പർ ഓഫ് ഐട്രേഷൻ ഇൻ എ പ്രോഗ്രാം, ദെൻ വൈൽ ലൂപ്പ് ഇസ് യൂസ്ഡ്. അതായത് നമ്മളിപ്പോൾ ഒരു ഫിക്സഡ് ടൈം ഒരു 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക, ഒരു 6 ടൈംസ് ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുക. ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്പർ അറിയാത്ത കേസിന് വൈൽ ലൂപ്പാണ് പ്രിഫർ ചെയ്യുന്നത് കൂടുതൽ. ഇപ്പോൾ ഇത്ര ലെസ് ദാൻ ഇത്ര വരെ, ഈ നമ്പർ ഇത്ര ലെസ് ആയിരിക്കുന്ന വരെ, അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ വരാണ്, പക്ഷെ നമുക്ക് ഫിക്സഡ് നമ്പർ ഓഫ് ടൈംസ് പറയാൻ അറിയില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ വൈൽ ലൂപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് വൈലിന്റെ ഫ്ലോ ചാർട്ട്. വൈലിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യം കാണുന്നത് ടെസ്റ്റ് എക്സ്പ്രഷനെയാണ്. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ വൈൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അഗെയിൻ ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ ലൂപ്പ് ബോഡി, അപ്പൊ ഈ പാർട്ടാണ് ലൂപ്പ്. ഫോൾസ് ആണെങ്കിൽ നമ്മൾ അപ്പോൾ വൈലിന് പുറത്തും വരും. ഇതാണ് അബൌട്ട് വൈൽ. ദെൻ an example program to print whole numbers up to 100. Into main, int I equal to 1. I 1 സെറ്റ് ചെയ്തിട്ടുണ്ട്, while I less than or equal to 100. അപ്പൊ അതിന്റെ വാല്യൂ 100നേക്കാളും കുറവ് ഓർ ഈക്വൽ ആവുന്ന വരെ പ്രിന്റ് ഓഫ് ഐ പ്രിന്റ് ചെയ്യാനാ പറയുന്നത്, I++. അപ്പൊ ഇതിലെല്ലാ സ്റ്റേറ്റ്മെന്റും വരുന്നുണ്ട്, നോക്കിയാൽ കാണാം നമുക്ക്. ഇതാണ് ഇനീഷ്യലൈസേഷൻ, ഇതാണ് ടെസ്റ്റ് കണ്ടീഷൻ, ഈ കാണുന്നതാണ് ലൂപ്പ് ബോഡി. ലൂപ്പ് ബോഡിയിൽ തന്നെ നമുക്ക് ഇവിടെ അപ്ഡേഷനും വരുന്നുണ്ട്. അപ്പൊ ഇനീഷ്യലി അതിന്റെ വാല്യൂ 1 ആണ്. നമ്മൾ ചെക്ക് ചെയ്യുക, വൈൽ ലൂപ്പ് തുടങ്ങുമ്പോൾ ചെക്ക് ചെയ്യാണ് ആദ്യം 1<100 ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ലൂപ്പിലേക്ക് കയറാം. ലൂപ്പിൽ കയറി കഴിഞ്ഞാൽ ഐ പ്രിന്റ് ചെയ്യലാണ്, അതായത് 1 പ്രിന്റ് ചെയ്യും. 1 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ, ഇൻക്രിമെന്റ് ആണ്. 1 ഇൻക്രിമെന്റ് ചെയ്ത് 2 ആയി. 2 ആക്കി അഗെയിൻ നമ്മൾ വൈലിലേക്ക് എന്നെല്ലാം എത്തുക, വൈലിൽ പിന്നെ ചെക്ക് ചെയ്യും, വീണ്ടും ചെക്ക് ചെയ്യും. 2<100 ആണ് 2 പ്രിന്റ് ചെയ്യും. 3 അങ്ങനെ അങ്ങനെ നമ്മൾ 100 വരെ, 100<100 ആണ്, ഓക്കെ ആണ്, 100 പ്രിന്റ് ചെയ്യും. ദെൻ അഗെയിൻ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ 101 വരും. 101<100 ആണോ, അല്ല, അപ്പൊ കണ്ടീഷൻ ഇസ് ഫോൾസ്, വിച്ച് മീൻസ് നമ്മൾ ഈ വൈൽ നിന്ന് പുറത്ത് കിടക്കും. റിട്ടേൺ 0, പുറത്ത് കടന്നു, എൻഡ് ചെയ്തു. ഇങ്ങനെയാണ് വൈലിന്റെ വർക്കിംഗ്. നെക്സ്റ്റ് ഇസ്, ഞാനൊരു സിംഗിൾ വീഡിയോയിൽ തന്നെ എല്ലാ ലൂപ്പിങ്ങും ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്, അപ്പൊ കുറച്ച് ലെങ്തി ആയിരിക്കും. ഇപ്പൊ വൈല് കഴിഞ്ഞു, ഇനി ഡു വൈലും ഫോറും ആണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഫോറിന്റെ എല്ലാ വെറൈറ്റീസ് ഓഫ് ഫോർ ലൂപ്സും നമുക്ക് നോക്കാനുണ്ട്. So it is used to carry out looping operations in which a group of statement is executed repeatedly as long as the given condition is true. Do while syntax ഇതാ ഇങ്ങനെയാണ്, അതായത് do സ്റ്റേറ്റ്മെന്റ് while എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. ഒരു പ്രാവശ്യം നമ്മൾ ഈ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടുള്ളൂ. ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അഗെയിൻ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും, അതല്ല ഫോൾസ് ആണെങ്കിൽ നമ്മൾ എക്സിറ്റ് ആവും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഇതാണ് ലൂപ്പ് ബോഡി, ഇതാണ് കണ്ടീഷൻ. ഹിയർ ദ സ്റ്റേറ്റ്മെന്റ് വിൽ ബി എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി ആസ് ലോങ് ആസ് ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ ഇസ് ട്രൂ. അപ്പൊ എക്സ്പ്രഷൻ ട്രൂ ആവുന്ന വരെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ദ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി സിമ്പിൾ ഓർ കോമ്പൗണ്ട് എന്ന് പറയുന്നത് സിംഗിൾ ആയിരിക്കാം, മൾട്ടിപ്പിൾ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കാം. ദ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ഇൻക്ലൂഡ് സം ഫീച്ചേഴ്സ്, വിച്ച് മീൻസ് ആ സ്റ്റേറ്റ്മെന്റിന് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഉണ്ടായിരിക്കണം, എന്നാലേ ലൂപ്പ് പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. In do while statement, the test condition for continuation of loop is carried out at the end of each pass. നമ്മൾ പറഞ്ഞു അല്ലേ, ഏറ്റവും അവസാനമാണ് ഈ ടെസ്റ്റ് കണ്ടീഷൻ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് പാർട്ട് വിൽ ബി ഓൾവേസ് എക്സിക്യൂട്ടഡ് അറ്റ് ലീസ്റ്റ് വൺസ് ഈവൻ ഇഫ് ദ കണ്ടീഷൻ ഇസ് ഇനീഷ്യലി ഫോൾസ്. അതായത് നമുക്ക് I<5 ആവണ വരെയാണ് ലൂപ്പ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഐന്റെ വാല്യൂ 6 ആണ്. 6 ആയിരുന്നാലും നമ്മൾ ഇനീഷ്യലി ഡു പറയുന്നുണ്ടല്ലോ, ഒരു പ്രാവശ്യം നമ്മൾ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ടേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി തെറ്റാണ്, ഫോൾസ് ആണ്. സോ
സോ അത് എക്സിറ്റ് ആവും. പക്ഷെ ഒരു ടൈം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺസ് ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത് ഡൂവിൻ്റെ സ്പെഷ്യാലിറ്റി ആണ്. The do while statement is suited if the number of passes through the statement is at least once and the exact number of passes through the loop is not known in advance. വൈൽ പോലെ തന്നെ കറക്റ്റ് ആയിട്ടൊരു നമ്പർ അറിഞ്ഞില്ലെങ്കിലും ഡു വൈൽ യൂസ് ചെയ്യാം. ആൻഡ് അതുപോലെ മിനിമം ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള കേസിലാണ് ഡു വൈൽ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ ഫ്ലോ ചാർട്ട്. സ്റ്റാർട്ട് ഡു വൈൽ ലൂപ്പ്. അപ്പോൾ ആദ്യം എന്താവും, ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്. ചെക്ക് ചെയ്തിട്ട് ഫോൾസ് ആണെങ്കിൽ എക്സിറ്റ് ആവും, ട്രൂ ആണെങ്കിൽ അഗെയിൻ ബോഡി ഓഫ് ദ ലൂപ്പിൽ പോവും, വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇങ്ങനെയാണ് ഡു വൈൽ ലൂപ്പ്. എക്സാമ്പിൾ നോക്കാം. എ ഈക്വൽ ടു 10 സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനീഷ്യലൈസേഷൻ കേട്ടോ. ഇനി ഞാൻ ഡു പറയാണ്, വാല്യൂ ഓഫ് എ പ്രിന്റ് ചെയ്യാൻ പറയാണ്. ദെൻ എ ഇൻക്രിമെന്റ് ചെയ്തു. ഈ വൈൽ ഇപ്പൊ നമ്മൾ ഇതിന്റെ ഈ ബ്രേസസിന്റെ നേരെ എഴുതിയാലും ഇനിയിപ്പോൾ അടിയിൽ എഴുതിയാലൊക്കെ ഒരുപോലെ തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇവിടെ കണ്ടീഷൻ എ ലെസ് ദാൻ 20 വരെ. എ ലെസ് ദാൻ 20 പറയുമ്പോൾ എന്റെ വാല്യൂ 10 പറയുന്നുണ്ട് ഇവിടെ. ഇപ്പൊ 20നേക്കാളും ഇപ്പൊ 19 വരെയാണ് വേണ്ടത് അല്ലേ പ്രിന്റ് ചെയ്യേണ്ടത്. എ ലെസ് ദാൻ 20, ഇപ്പൊ 19 ആണ് ലെസ് ദാൻ 20 വരെ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ പ്രിന്റിങ് ഇങ്ങനെ വരാം, വാല്യൂ ഓഫ് എ കോളൻ ദെൻ വാല്യൂ. അപ്പൊ ഇനീഷ്യലി എന്ത് വരും, ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും അല്ലെ, വാല്യൂ ഓഫ് എ കോളൻ 10 എന്ന് പ്രിന്റ് ആവും. ദെൻ 10 + 1 11 ആയി. അപ്പൊ അഗെയിൻ നോക്കും 11 20നേക്കാട്ടും ചെറുതാണ്, അപ്പൊ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ വീണ്ടും വാല്യൂ ഓഫ് എ 11, അങ്ങനെ ഇത് കണ്ടോ, വാല്യൂ ഓഫ് എ 10, അങ്ങനെ ലാസ്റ്റ് 19 വരെ എത്തും. ഇവിടെ 19 പ്രിന്റ് ആവും. ദെൻ എന്റെ വാല്യൂ 19 + 1 20 ആവും. ദെൻ ഇവിടെ ചെക്ക് ചെയ്യും എ ലെസ് ദാൻ 20 ആണോ, അല്ല, അപ്പൊ എക്സിറ്റ് ആവും. ഇങ്ങനെയാണ് ഡു വൈലിന്റെ വർക്കിംഗ്. അപ്പൊ വൈലും ഡു വൈലും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, ഈ ഒരു കൺസെപ്റ്റ് മാത്രമേ ഡിഫറെന്റ് ഉള്ളൂ. നെക്സ്റ്റ് കാറ്റഗറി ഈസ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ എ പ്രോഗ്രാം ഫോർ ലൂപ്പ് ഇസ് ജനറലി യൂസ്ഡ് വെൻ നമ്പർ ഓഫ് ഐട്രേഷൻസ് ആർ നോൺ ഇൻ അഡ്വാൻസ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഫിക്സഡ് നമ്പർ ഓഫ് ടൈം ഒന്നുമല്ല, ഇപ്പൊ ഒരു 5 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുക, 8 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുക, അങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്പർ ഓഫ് ഐട്രേഷൻസ് അറിയുന്ന കേസിലാണ് ഫോർ ലൂപ്പ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് യൂസ് ചെയ്യാം, പക്ഷെ ഫോർ ലൂപ്പ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ സിറ്റുവേഷൻസിലാണ്. The body of the loop can be single statement, again single statement or multiple statements or vara. This is the syntax. For initialization, test condition, updation, then loop body. Loop body varanam. Actually ഞാനത് ആഡ് ചെയ്തിട്ടില്ല. Okay, yes, it's the for initialization, test condition, updation, then statement. So ഇതാണ് ലൂപ്പിന്റെ ഫോർ ലൂപ്പിന്റെ സിൻടാക്സ്. സോ ദിസ് ഇസ് ദ ഫ്ലോ ചാർട്ട്. ഫ്ലോ ഇങ്ങനെയാണ് വരിക. ആദ്യം ഇനീഷ്യലൈസേഷൻ ചെയ്യും. ആഫ്റ്റർ വി ആർ ചെക്കിംഗ് ദ കണ്ടീഷൻ, ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് ദ ടെസ്റ്റ് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നമ്മൾ നേരെ എൻഡ് ചെയ്യും. ഇഫ് ദ ടെസ്റ്റ് കണ്ടീഷൻ ഇസ് ട്രൂ, അപ്പോൾ നമ്മൾ ഫോർ ലൂപ്പിന്റെ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ അപ്ഡേറ്റിലോട്ട് പോവും. ദെൻ അപ്ഡേഷൻ കഴിഞ്ഞാൽ വീണ്ടും കണ്ടീഷൻ. അപ്പൊ ഇവിടെ കാണുന്ന സിൻടാക്സിന്റെ ഓർഡറിലെ അല്ല ഫോർ ലൂപ്പ് വർക്കിംഗ് വരിക. ആദ്യം ഫോർ ഇനീഷ്യലൈസേഷൻ ആണ് നടക്കുക. ഇനീഷ്യലൈസേഷൻ നടന്നാൽ ടെസ്റ്റ് കണ്ടീഷൻ ആണ് ചെയ്യുക. ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പിന്നെ അപ്ഡേഷനിലേക്ക് പോവില്ല. ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് വരും, സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. വൺ ടൈം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ ചെക്ക് ചെയ്യും, ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ടെസ്റ്റ് കണ്ടീഷൻ അഗെയിൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റിലോട്ട് വരും, ഫാൾസ് ആണെങ്കിൽ നമ്മൾ എക്സിറ്റ് ആവും. അപ്പൊ ഇങ്ങനെയാണ് ഫോർ ലൂപ്പിന്റെ. അപ്പൊ ഫോറിന്റെ ഫ്ലോക്ക് കുറച്ച് ഡിഫറെന്റ് ആണ് അല്ലെ, ആ ഒരു ഓർഡറിലല്ല ഫ്ലോ വരിക, നമ്മൾ സിൻടാക്സിൽ ഇരുന്ന ഓർഡറിലല്ല ഫ്ലോ വരിക. അപ്പൊ അത് നന്നായിട്ട് നോട്ട് ചെയ്യുക. ദ ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പ് ഇസ് എക്സിക്യൂട്ടഡ് ഫസ്റ്റ് ആൻഡ് ഓൺലി വൺസ്. ഈ ഇനീഷ്യലൈസേഷൻ ആദ്യം ചെയ്യും. ദെൻ നമുക്കറിയാം ലൂപ്പ് പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യലൈസേഷൻ ആകെ ഒറ്റ തവണയേ ചെയ്യുള്ളൂ. പിന്നെ ലൂപ്പ് റിപ്പീറ്റഡ്ലി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇനീഷ്യലൈസേഷനിലേക്ക് വരില്ല, ഒരു പ്രാവശ്യം ഇനീഷ്യലൈസ് ചെയ്യുള്ളൂ. ദിസ് സ്റ്റെപ്പ് അലൗസ് യൂസ് ടു ഡിക്ലെയർ ആൻഡ് ഇനീഷ്യലൈസ് എനി ലൂപ്പ് കൺട്രോൾ വാരിയബിൾ. അപ്പോൾ എന്തെങ്കിലും ലൂപ്പ് കൺട്രോൾ വാരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യാനാണ് ഈ സ്റ്റെപ്പ്. യു ആർ നോട്ട് റിക്വയർഡ് ടു പുട്ട് എ സ്റ്റേറ്റ്മെന്റ് ഹിയർ ആസ് ലോങ് ആസ് എ സെമികോളൻ അപ്പിയേഴ്സ്. അതായത് ഇപ്പോൾ ഇനീഷ്യലൈസേഷൻ്റെ അവിടെ നമ്മൾ ഇപ്പോൾ i = 0, a = 0, b = 1 അങ്ങനെയൊക്കെ കൊടുക്കാം. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഒന്നും കൊടുക്കാണ്ടേ ഇരിക്കാം, പക്ഷെ അവിടെ ആ സെമികോളന്റെ സ്ഥലത്ത് സെമികോളൻ വേണം. അതായത് ഞാനിപ്പോൾ ഇവിടെ ഇനീഷ്യലൈസ്, ഇവിടെയാണ് നമുക്ക് i = 0, i = 1 ഒക്കെ കൊടുക്കുക.
ഇനി ഇവിടെ നമ്മൾ സ്കിപ്പ് ചെയ്താലും ബ്ലാങ്ക് ആക്കി ഇടുക, പക്ഷെ സെമി കോളൻ അവിടെ ഇടണം, അല്ലെങ്കിൽ കമ്പൈലേഷൻ എറർ വരും. നമ്മൾ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കണ്ടീഷൻ ഇസ് ഇവാലുവേറ്റഡ്. അപ്പൊ ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞു, കണ്ടീഷൻ ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഇസ് ട്രൂ ദ ബോഡി ഓഫ് ദ ലൂപ്പ് ഇസ് എക്സിക്യൂട്ടഡ്. ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും ട്രൂ ആണെങ്കിൽ. ഇഫ് ഇറ്റ് ഇസ് ഫോൾസ് ദ ബോഡി ഓഫ് ലൂപ്പ് ഡസ് നോട്ട് എക്സിക്യൂട്ട് ആൻഡ് ദ ഫ്ലോ കൺട്രോൾ ജംപ്സ് ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ആഫ്റ്റർ ദ ഫോർ. അപ്പൊ ഫോൾസ് ആണെങ്കിൽ നമ്മൾ നേരെ ഫോറിന്റെ പുറത്തേക്ക് പോകും. After the body of for loop executes, the flow of control jumps back up to the update statement. അപ്പോൾ ഒരു പ്രാവശ്യം ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഫ്ലോ പോകുന്നത് അപ്ഡേറ്റിലേക്കാണ്. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ദിസ് സ്റ്റേറ്റ്മെന്റ് അലൗസ് യു ടു അപ്ഡേറ്റ് എനി ലൂപ്പ് കൺട്രോൾ വാരിയബിൾ. അത് ഡിക്രിമെന്റോ ഇൻക്രിമെന്റോ എന്ത് വേണമെങ്കിലും ആവാം. ദിസ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി ലെഫ്റ്റ് ബ്ലാങ്ക് ആസ് ലോങ് ആസ് സെമി കോളൻ അപ്പിയേഴ്സ് ആഫ്റ്റർ കണ്ടീഷൻ. അപ്പൊ ഇതും നേരത്തെ പറഞ്ഞ പോലെ ബ്ലാങ്ക് ആക്കി ഇടാം, പക്ഷെ അവിടുത്തെ സെമി കോളൻ കളയരുതെന്ന് നമുക്ക് കാണിക്കാം കേട്ടോ. അത് ദ കണ്ടീഷൻ ഇസ് നൗ ഇവാലുവേറ്റഡ് അഗെയിൻ വി ആർ ഇവാലുവേറ്റിംഗ് ദ കണ്ടീഷൻ ആൻഡ് ദ പ്രോസസ് റിപ്പീറ്റ്സ്. ഇഫ് ഇറ്റ് ഇസ് ട്രൂ ദ ലൂപ്പ് എക്സിക്യൂട്ട്സ് ആൻഡ് ദ പ്രോസസ് റിപ്പീറ്റ്സ്. ട്രൂ ആണെങ്കിൽ അഗെയിൻ ഈ പറഞ്ഞതൊക്കെ എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഫോർ ലൂപ്പിന്റെ ഒരു ഫ്ലോയും പ്രോസസ് ഓഫ് വർക്കിങ്ങും. അപ്പോൾ ഫോറിന്റെ സിൻടാക്സ്, ഫ്ലോ ചാർട്ട്, വർക്കിംഗ് പ്രോസസ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നേരത്തെ നമ്മൾ എഴുതിയ സെയിം എക്സാമ്പിൾ ആണ് ഡു വൈലിന്. അത് ഞാൻ ഫോറിലേക്ക് അങ്ങ് അറേഞ്ച് ചെയ്തു എന്ന് മാത്രം. ഇപ്പൊ ഒരു ഡു വൈൽ തന്നെ അതിനെ ഫോറിലേക്ക് മാറ്റാനും ഫോർ വന്ന വൈലിലേക്ക് മാറ്റാനും ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. സിൻടാക്സ് മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയെല്ലാം ഈസിയാണ്. അപ്പോൾ ഇൻറ്റ് എ ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തു. ദെൻ ഇതെല്ലാം ഇനീഷ്യലൈസേഷൻ ഒക്കെ ഇതിന്റെ ഉള്ളിലാണല്ലോ. അപ്പൊ ആദ്യത്തെ ഇനീഷ്യലൈസേഷൻ എ ഈക്വൽ ടു 10 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടീഷൻ ഇതാണ് എ ലെസ് ദാൻ 20 വരെ. സോ എ ലെസ് ദാൻ 20. അപ്ഡേഷൻ ഇതാണ് എ ഈക്വൽ ടു a+1. ഇതല്ലെങ്കിൽ നമുക്കിവിടെ a++ എന്ന് എഴുതിയാലും മതി. പ്രിന്റ് ചെയ്യണം വാല്യൂ ഓഫ് എ കോളൻ എ. ദെൻ ഇനി ഇവിടെ അപ്ഡേഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ ബോഡി ഓഫ് ലൂപ്പ്. നമുക്ക് എൻഡ് ചെയ്യാം. അപ്പൊ എല്ലാതും ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇനി ആദ്യം എ ഈക്വൽ ടു 10 തുടങ്ങും. ദെൻ എ ലെസ് ദാൻ 20 ആണോ നോക്കും, ഓക്കെ ആണ്, ലൂപ്പിലേക്ക് വരും. അപ്പൊ വാല്യൂ ഓഫ് എ 10 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേഷനിലേക്ക് പോവും. അപ്പൊ ഇതിന്റെ ഞാൻ വരച്ച് കാണിക്കാം. ഇങ്ങനെയാണ്, ആദ്യം ഇത്, ദെൻ ഇത്, ദെൻ ലൂപ്പ് ബോഡി, എഗെയിൻ ഇങ്ങോട്ടാണ്. അപ്പോ ഇങ്ങനെയാണ് ഏറോട്ടോ ഇങ്ങോട്ട്. ദെൻ ഇത് എക്സിക്യൂട്ട് ചെയ്യും, ഇതാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഇൻക്രിമെന്റ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇവിടേക്കാണ് വരാം, ചെക്കിങ് വരും. ഓക്കെ ആണെങ്കിൽ എഗെയിൻ ഇങ്ങോട്ട് വരും, ദെൻ എഗെയിൻ ഇങ്ങോട്ട് വരും. ഇങ്ങനെയാണ് ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇനീഷ്യലൈസേഷൻ ഓൺലി വൺസ്, ഒറ്റ തവണയാണ് ഈ പ്രോസസ്സ് നടക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ 3 ആൾക്കാരുമാണ് അതായത് ടെസ്റ്റ് കണ്ടീഷനും അപ്ഡേഷനും ലൂപ്പ് ബോഡിയാണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരിക. നമ്മൾ കണ്ടതല്ലേ നേരത്തെ, വാല്യൂ ഓഫ് എ 10, 11 അങ്ങനെ 19 വരെ പ്രിന്റ് ചെയ്ത് വരും. ഇനി ഫോർ ലൂപ്സിന് കുറെ വെറൈറ്റീസ് ഉണ്ട്. Initialization part can be skipped from loop as shown below. The counter variable is declared before the loop. ഞാൻ പറഞ്ഞല്ലോ, ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് കണ്ടീഷൻ, അപ്ഡേഷൻ, ഈ 3 നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ ഇനീഷ്യലൈസേഷൻ കണ്ടോ, ഫോർ, ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് കണ്ടീഷൻ, അപ്ഡേഷൻ. അപ്പൊ ആ ഇനീഷ്യലൈസേഷൻ പാർട്ട് അങ്ങ് സ്കിപ്പ് ചെയ്തു. പക്ഷേ ഈ സെമിക്കോളൻ കളയരുത്. സെമിക്കോളൻ കളഞ്ഞാൽ നമുക്ക് എറർ, കമ്പൈലേഷൻ എറർ കാണിക്കും. പക്ഷേ ഇവിടെ ഇനീഷ്യലൈസേഷൻ ഞാൻ ഫോർ ലൂപ്പിന്റെ പുറത്ത് ചെയ്തു വെച്ചു. ഇൻറ്റ് നം ഈക്വൽ ടു 10 എന്ന് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ വീണ്ടും പറയേണ്ട ആവശ്യമില്ല, പകരം ഞാൻ അവിടെ ഒരു സെമിക്കോളൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇത് ഒരു എററും ഇല്ലാണ്ട് വർക്ക് ആവും. അപ്പൊ ഇവിടെ ഈവൻ ദോ വി ക്യാൻ സ്കിപ്പ് ഇനീഷ്യലൈസേഷൻ പാർട്ട്, ബട്ട് സെമിക്കോളൻ ബിഫോർ കണ്ടീഷൻ ഇസ് മസ്റ്റ്, വിതൗട്ട് വിച്ച് യു വിൽ ഗെറ്റ് കമ്പൈലേഷൻ എറർ. Like initialization, you can also skip the increment part. In this case, semicolon is must after condition logic. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ അടുത്ത പാർട്ടും കാണിക്കാം. അപ്പോൾ ദേ കണ്ടോ, ഇനീഷ്യലൈസേഷൻ ഞാൻ നം ഈക്വൽ ടു 10 കൊടുത്തിട്ടുണ്ട്. കണ്ടീഷൻ നം ലെസ് ദാൻ 20 ആണ്, സെമിക്കോളൻ. ദെൻ ഇവിടെ അപ്ഡേഷൻ കൊടുത്തിട്ടില്ല, പകരം ലൂപ്പിന്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തതിന്റെ കൂടെ അപ്ഡേഷൻ കൊടുത്തു. അത് ഓക്കെയാണ്, പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു സെമിക്കോളൻ ഇവിടെ ഇട്ടിരിക്കണം, ഇത് ഇട്ടില്ലെങ്കിൽ എറർ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് രണ്ടും സ്കിപ്പ് ചെയ്ത് കാണിച്ചു അല്ലെ, ഇനീഷ്യലൈസേഷനും കാണിച്ചു, അപ്ഡേഷനും കാണിച്ചു. ഇത് ഒരുമിച്ച് സ്കിപ്പ് ചെയ്യാം, അതും പ്രശ്നമില്ല. ഞാൻ ഇനീഷ്യലൈസേഷൻ തുടക്കത്തിൽ ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ 4 സെമിക്കോളൻ, ഇവിടെ കണ്ടീഷൻ നം ഗ്രേറ്റർ ദാൻ 5 സെമിക്കോളൻ. ഇവിടെ ഞാൻ ഇൻക്രിമെന്റിന് പകരം ഡിക്രിമെന്റും ഒരുപോലെയാണ്, അതുകൊണ്ട് ഡിക്രിമെന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്താ വരുന്നത്, ആദ്യം നമ്മിന്റെ വാല്യൂ 10 ആണ്. ദെൻ ഇവിടെ ഇനീഷ്യലൈസേഷൻ പാർട്ട് ഇല്ല, പക്ഷെ ഓൾറെഡി ഇനീഷ്യലൈസ്ഡ് ആണ്.
കണ്ടീഷൻ നോക്കുന്നത് 10 ഗ്രേറ്റർ ദാൻ 5 ആണോ? ആണ് അല്ലേ? 10 ഗ്രേറ്റർ ദാൻ 5 വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ നം മൈനസ് മൈനസ്, അതായത് 10 എന്നുള്ളത് മൈനസ് ചെയ്തു, 9 ആയി. 9 ആക്കി എഗെയിൻ കണ്ടീഷൻ 9 ഗ്രേറ്റർ ദാൻ 5 ആണോ? അതെ. അപ്പൊ ഇവിടെ വീണ്ടും മൈനസ്, അപ്പോൾ 8 ആക്കി. അങ്ങനെ അങ്ങനെ ഡിക്രിമെന്റും പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇനീഷ്യലൈസേഷനും സ്കിപ്പ് ചെയ്തു, അപ്ഡേഷനും സ്കിപ്പ് ചെയ്തു, രണ്ടും പ്രോഗ്രാമിന്റെ വേറെ സ്ഥലങ്ങളിൽ കൊടുത്തു. പക്ഷെ ആ സെമിക്കോളൻ അവിടെ കീപ്പ് ചെയ്യണം, അതാണ് നോട്ട് ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഇനീഷ്യലൈസേഷൻ, ഇപ്പോൾ i=1 എന്നൊക്കെ കൊടുത്തില്ലേ, അതുപോലെ മൾട്ടിപ്പിൾ വാല്യൂസ് യൂസ് ചെയ്യാം. അതിന് നമുക്ക് കോമ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാനിവിടെ നോക്കിയേ, 2 വേരിയബിൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. i=1, j=1. സിംഗിൾ വേരിയബിൾ യൂസ് ചെയ്യുന്നിടത്ത് 2 വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കണ്ടീഷനും അതുപോലെ തന്നെ i<3 ആണോ നോക്കണം, സെയിം ടൈം ഓർ, ഇവിടെ ഓർ ആണ്, j<5, i<3ഓ j<5ഓ രണ്ടും ആവുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെയും ഇതുപോലെ ഐയും പ്ലസ് ചെയ്തിട്ടുണ്ട്, ജെയും പ്ലസ് ചെയ്തിട്ടുണ്ട്. പ്രിന്റ് ചെയ്യാൻ പോവാ, ഐയും ജെയും പ്രിന്റ് ചെയ്യാനാണ് പറയുന്നത്. ഇതാണ് എന്റെ ഫോർ ലൂപ്പ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇനീഷ്യലൈസിങ് 2 വേരിയബിൾസ് ആൻഡ് ദ വേരിയബിൾസ് ആർ സെപ്പറേറ്റഡ് ബൈ കോമ. കറക്റ്റ് ആണ് അല്ലെ? കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 2 ടെസ്റ്റ് കണ്ടീഷൻ ഉണ്ട്, ജോയിൻ ചെയ്തിരിക്കുകയാണ് ടുഗെദർ. ഇത് കോമയിട്ട് ഒരിക്കലും ജോയിൻ ചെയ്തരുത്. നമുക്ക് ഏതെങ്കിലും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യണം. ഓർ ആണോ ആൻഡോ ഏതെങ്കിലും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം ഇത് ജോയിൻ ചെയ്യിക്കാൻ. ഇപ്പോൾ ഓർ ആയതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ആൻഡ് ആണെങ്കിൽ രണ്ടും ഒരുമിച്ച് ട്രൂ ആണെങ്കിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ പാർട്ട് ആയി കഴിഞ്ഞാലും അവരും സെയിം ടൈം എക്സിക്യൂട്ട് ചെയ്യും, അവരും കോമയിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ്, ഇങ്ങനെയും ഒരു ഫോം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ ഇനീഷ്യലൈസേഷൻസ് ആർ പോസിബിൾ. ഇനി ഇപ്പൊ നമ്മൾ ഇനീഷ്യലൈസേഷൻ പോസിബിൾ ആണെന്ന് പറഞ്ഞു, ഇനീഷ്യലൈസേഷൻ പാർട്ട് സ്കിപ്പ് ചെയ്തു, അപ്ഡേഷൻ പാർട്ടും സ്കിപ്പ് ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് ഇറ്റ് ഇസ് പോസിബിൾ ടു ഒമിറ്റ് ദ ടെസ്റ്റ് കണ്ടീഷൻ പാർട്ടും ഒമിറ്റ് ചെയ്യാം. ടെസ്റ്റ് കണ്ടീഷൻ പാർട്ട് ഒമിറ്റ് ചെയ്താൽ പക്ഷേ നമ്മുടെ ഫോറിന്റെ സ്ട്രക്ചറിനെ ബാധിക്കും. അപ്പോൾ ടെസ്റ്റ് കണ്ടീഷൻ പാർട്ട് ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ ലൂപ്പ് വിൽ ബി അസ്യൂംഡ് ടു ഹാവ് എ പെർമനന്റ് വാല്യൂ ഓഫ് 1. ലൂപ്പ് ഓൾവേസ് ട്രൂ ആയിരിക്കും. മനസ്സിലായോ? നമ്മൾ ടെസ്റ്റ് കണ്ടീഷന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ ടെസ്റ്റ് കണ്ടീഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ലൂപ്പ് ഇസ് ഓൾവേസ് ട്രൂ, ഫുൾ ടൈം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇത് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സം അതർ മീൻസ് സച്ച് ആസ് ബ്രേക്ക് ഓർ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യണം. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഇൻറ്റു i=1 ഇനീഷ്യലൈസേഷൻ മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ, ഫോർ ഇനീഷ്യലൈസേഷൻ സെമികോളൻ ടെസ്റ്റ് കണ്ടീഷൻ സെമികോളൻ അപ്ഡേഷൻ, അതായിരുന്നു സ്ട്രക്ചർ. ഇപ്പൊ ഇവിടെ പക്ഷേ ഇനീഷ്യലൈസേഷനും ഇല്ല, കണ്ടീഷനും ഇല്ല, അപ്ഡേഷനും ഇല്ല. ഞാൻ ജസ്റ്റ് 2 സെമികോളൻ മാത്രം ഇട്ടിരിക്കാം. ആ സ്ഥലത്ത് സെമികോളന്റെ പ്ലേസിലുള്ള സെമികോളൻ മാത്രം ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടാലും പ്രോഗ്രാം വർക്ക് ചെയ്യും. അപ്പൊ നമ്മളുടെ ലൂപ്പ് ഇസ് അസ്യൂം ടു ബി ഓൾവേസ് ട്രൂ. എപ്പോഴും ട്രൂ ആണെന്ന് വെച്ചാൽ എന്താ അർത്ഥം? ലൂപ്പ് ഇൻഡെഫിനിറ്റ്ലി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ലൂപ്പ് അവസാനിക്കില്ല. അവസാനിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബ്രേക്കോ റിട്ടേണോ അങ്ങനെ എന്തെങ്കിലും ജംപ് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്താൽ മാത്രമാണ് അവസാനിക്കത്തുള്ളൂ. അപ്പൊ നമ്മളുടെ കണ്ടീഷൻ തുടങ്ങാണ്, ഈ 5 ഗ്രേറ്റർ ദാൻ 5 ബ്രേക്ക്. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് അതിന്റെ വാല്യൂ ഇനീഷ്യലി 1 കൊടുത്തിട്ടുണ്ട്, നമ്മൾ 5നേക്കാളും ഗ്രേറ്റർ ആവാൻ കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുക. അപ്പൊ ലൂപ്പിന് ഔട്ട് ആവും കേട്ടോ. ഇവിടെ ചെയ്യേണ്ടത് എൽസ് പ്രിന്റ് ഓഫ് %d i++, അതായത് ഐന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുക, ഐ ഇൻക്രിമെന്റ് ചെയ്യുക, രണ്ടും ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇവിടെ നമ്മൾ ഇനീഷ്യലൈസേഷനോ കണ്ടീഷനോ അപ്ഡേഷനോ ഒന്നും കൊടുത്തിട്ടില്ല. ഇനീഷ്യലൈസേഷൻ മുന്നേ കൊടുത്തിട്ടുണ്ട്, അപ്ഡേഷൻ ഇവിടെ i++ എന്ന് കൊടുത്തിട്ടുണ്ട്, ടെസ്റ്റ് കണ്ടീഷൻ ഇല്ല. അപ്പോൾ എന്താ, ലൂപ്പ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ ലൂപ്പിൽ നിന്ന് ഔട്ട് ആവാൻ ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ഐന്റെ വാല്യൂ വെൻ ഐ ഈസ് ഗ്രേറ്റർ ദാൻ 5 ദെൻ ഇവിടെ ബ്രേക്ക്, വിച്ച് മീൻസ് ലൂപ്പിൽ നിന്ന് ഔട്ട് ആവും. അപ്പൊ ഇത് എക്സിക്യൂട്ട് ചെയ്യുക എങ്ങനെയാണെന്നറിയോ? ആദ്യം i=1 ആണ്, ലൂപ്പിന്റെ അകത്തേക്ക് കടന്നു. അപ്പൊ ചെക്ക് ചെയ്യും ഐ ഗ്രേറ്റർ ദാൻ 5 ആണോ, അല്ല. സോ നമുക്ക് അത് പ്രിന്റ് ചെയ്യാം. ഐ പ്രിന്റ് ചെയ്തു 2 1 പ്രിന്റ് ചെയ്തു, ഐ ഇൻക്രിമെന്റ് ചെയ്തു 2 ആയി. അഗെയിൻ ചെക്ക് ചെയ്യും 2 ഗ്രേറ്റർ ദാൻ 5 ആണോ, അല്ല. 2 പ്രിന്റ് ചെയ്യും, 3 പ്രിന്റ് ചെയ്യും, 4 പ്രിന്റ് ചെയ്യും, 5 പ്രിന്റ് ചെയ്യും. 6 ആവുമ്പോൾ 6 ഗ്രേറ്റർ ദാൻ 5 ആണ്, യെസ്. സോ ബ്രേക്ക്. അപ്പൊ അവിടെ നമുക്ക് ബ്രേക്ക് ആവും. ഔട്ട്പുട്ട് 1 2 3 4 5 കിട്ടും. ഇത് ഒരു ഫോമാണ്. ദെൻ ഓക്കെ, നെസ്റ്റിംഗ് ഓഫ് ഫോർ ലൂപ്പ് ഇസ് ഓൾസോ പോസിബിൾ. ഒരു ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ വേറൊരു ഫോർ ലൂപ്പ് കൊണ്ടുവയ്ക്കാം, അതും പോസിബിൾ ആണ്. നമ്മൾ ഇനി അങ്ങോട്ട് പ്രോഗ്രാംസ് ഒക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് ഈ ഒരു നെസ്റ്റിങ്ങും കാണാറുണ്ട്. ഇപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ
ഒരു പ്രോഗ്രാം നോക്കുക. 4 ഇൻറ്റു ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 2, ഐ പ്ലസ് പ്ലസ്. ഇതാണ് ലൂപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് തുടങ്ങുക? നമ്മൾ ആദ്യം ഐ ഈക്വൽ ടു 0 ഇനീഷ്യലൈസ് ചെയ്തു, ചെക്ക് ചെയ്തു ഐ ലെസ് ദാൻ 2 ആണോ? ആണ്. അപ്പോൾ ലൂപ്പിലേക്ക് വരാം അല്ലേ? ലൂപ്പിലേക്ക് വരുമ്പോൾ അതിനകത്ത് വീണ്ടും ഒരു ലൂപ്പാ. അവിടെ ജെ ഈക്വൽ ടു 0, ജെ 0 ആണ്, ജെ ലെസ് ദാൻ 4 ആണ്. താഴത്തേക്ക് വരാം അല്ലേ? പറയുന്നത് എന്താ? പ്രിന്റ് ഓഫ് ഐന്റെയും ജെയിന്റെയും വാല്യൂ പ്രിന്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഐന്റെ വാല്യൂ 0 ആണ്, ജെയിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഞാൻ 0 0 പ്രിന്റ് ചെയ്തു. ഇനി എന്താ? ഉള്ളിലത്തെ ലൂപ്പ് കഴിഞ്ഞാലാണ് നമുക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇവിടത്തെ ഇത് കാണിച്ചു തരാം. അതായത് ആദ്യം ഇനീഷ്യലൈസ് ചെയ്തു, ടെസ്റ്റ് കണ്ടീഷൻ നോക്കി, ഓക്കെ ആണ്, ഉള്ളിലേക്ക് കടന്നു. ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഐന്റെ വാല്യൂ 0 ആണ് കേട്ടോ. ഇപ്പൊ ഇവിടെ ജെയിന്റെ വാല്യൂ 0 ആണ്, ദെൻ ടെസ്റ്റ് കണ്ടീഷൻ നോക്കി, ഓക്കെ ആണ്, എഗെയിൻ ഉള്ളിലേക്ക് കടന്നു. അപ്പൊ ഇവിടെ ഇനീഷ്യലി 0 0 പ്രിന്റ് ചെയ്തു. ദെൻ ഇവിടെ ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അപ്ഡേഷനിലേക്ക് പോവാം. അപ്പൊ എന്തായി? ജെയിന്റെ വാല്യൂ 0 മാറി 1 ആയി. 1 ആയി, എഗെയിൻ ചെക്ക് ചെയ്തു 1 ലെസ് ദാൻ 4 ആണോ? ആണ്. അപ്പൊ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം, ഇത് പ്രിന്റ് ചെയ്യാം. അപ്പൊ എന്താ? ഐന്റെ വാല്യൂ 0 തന്നെ, 0യും 1ഉം എക്സിക്യൂട്ട് ചെയ്തു. ദെൻ എഗെയിൻ ഇൻക്രിമെന്റ് ചെയ്തു, 2 ആയി, 2 ലെസ് ദാൻ 4 ആണ്. അപ്പൊ 0യും 2ഉം. 3 ആയി, 3 ലെസ് ദാൻ 4 ആണ്, 0യും 3യും. ദെൻ 4 ആയി, 4 ലെസ് ദാൻ 4 അല്ല. അപ്പൊ നമ്മൾ ലൂപ്പിന് പുറത്ത് വരാം അല്ലേ? 4 ലൂപ്പിന്റെ പുറത്ത് വന്നു. 4 ലൂപ്പിന്റെ പുറത്തുനിന്ന് വെച്ചാൽ എഗെയിൻ മുകളിലത്തെ ലൂപ്പ് തന്നെയാണ്, അങ്ങോട്ട് തന്നെ വീണ്ടും പോവും. ഇവിടത്തെ അപ്ഡേഷൻ ഐ പ്ലസ് പ്ലസ്, ഐ ഇപ്പൊ 0 അല്ല, ഐ ഇനി 1 ആണ്. വീണ്ടും ഉള്ളിലേക്ക് വരും, ഇതേ പ്രോസസ്സ് തന്നെ. കണ്ടോ? ഇപ്പൊ 1 ലെസ് ദാൻ 2 ആ, ഈ കണ്ടീഷൻ ഓക്കെ ആണ്, അതുകൊണ്ടാണ്. അപ്പൊ വീണ്ടും 1 0 1 1 1 2 1 3 എന്ന് പറഞ്ഞ് പ്രിന്റ് ആവും. അപ്പൊ 4 ആകുമ്പോൾ ഇവിടുന്ന് എക്സിറ്റ് ആവും, പുറത്തേക്ക് വരും. ഇപ്പൊ 1 ഇൻക്രിമെന്റ് ചെയ്ത് എഗെയിൻ 2 ആവും. 2 ലെസ് ദാൻ 2 കണ്ടീഷൻ ഫോൾസ് ആണ്, അപ്പൊ തന്നെ പുറത്തേക്ക് വരും. ഇങ്ങനെ രണ്ട് ലൂപ്പും ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ദ നെസ്റ്റിംഗ് ഓഫ് ഫോർ ലൂപ്പ്. അപ്പൊ ഇത്രയാണ് വാരിയസ് ഫോംസ് ഓഫ് ഫോർ ലൂപ്പ്. നമ്മളിത് വലിയൊരു വീഡിയോ ആയിരുന്നു. ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ദെൻ ഫോർ കമ്പോണൻസ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ്, എൻട്രി കൺട്രോൾ ആൻഡ് എക്സിറ്റ് കൺട്രോൾ, ദെൻ വൈൽ ലൂപ്പ് പഠിച്ചു, ഡു വൈൽ ലൂപ്പ് പഠിച്ചു വിത്ത് എക്സാമ്പിൾസ്, ഫോർ ലൂപ്പ് പഠിച്ചു, ആൻഡ് ഫോറിന്റെ വെറൈറ്റീസ് എല്ലാതും നോക്കി. ഓക്കെ, അപ്പോൾ എല്ലാ കൺസെപ്റ്റും ക്ലിയർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ്, ഇപ്പൊ നമ്മളുടെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളതിൽ ഇനി അടുത്ത കാറ്റഗറി ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ അടുത്ത വീഡിയോ ജംപ് സ്റ്റേറ്റ്മെന്റിൽ കാണാം. ഓക്കെ, താങ്ക് യു.